ഏറെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാളിന്റെ മംഗളങ്ങൾ ആശംസിക്കുന്നു. സെമിനാരിൽ ചേർന്ന കാലം മുതൽ തന്നെ ഈ തിരുനാളിന് ദേവാലയത്തിലായിരിക്കണമെന്ന് ആഗ്രഹിക്കാറുണ്ടെങ്കിലും പല വർഷങ്ങളും അത് സംഭവിക്കാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും എന്നതുപോലെ എൻ്റെ ജീവിതത്തിലും നമ്മുടെ എല്ലാ വളർച്ചയുടെയും എല്ലാ കൃപകളുടെയും അടിസ്ഥാനം നമ്മുടെ കൊച്ചുപള്ളി തന്നെയാണ്. മറ്റു പള്ളികളുമായിട്ട് നോക്കുമ്പോൾ നമ്മുടെ പള്ളികളിൽ അങ്ങനെ വിശുദ്ധ കുർബാനയും ആരാധനയും മറ്റു കാര്യങ്ങളൊക്കെ ആഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ 2 ദിവസം മാത്രമേ ഉള്ളെങ്കിലും ഈ ദേവാലയം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കേന്ദ്രമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ജീവിതകാലത്ത് എല്ലാ കൃപകളും നമ്മൾ സ്വീകരിക്കുന്നത് ഈ ദേവാലയത്തിൽ നിന്നാണ്. മരണശേഷം ദൈവം അനുഗ്രഹിച്ചാൽ നമ്മളൊക്കെ അന്തി ഉറങ്ങാൻ പോകുന്നതും ഈ ദേവാലയത്തിൻ്റെ മണ്ണിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ദേവാലയവും ഈ തിരുനാളും നമുക്ക് ഏറെ പ്രിയപ്പെട്ടതും പ്രധാനപ്പെട്ടതുമാണ്. നമ്മുടെ ദേവാലയം ചെറുതാണെങ്കിലും ഒരുപാട് കൃപകൾ ഈ ദേവാലയത്തിൽ നമ്മൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. എല്ലാ കാലങ്ങളിലും നമ്മൾ മാനുഷികമായി ചിന്തിച്ചാൽ ഏറ്റവും പ്രഗത്ഭരായ വൈദികർ നമ്മളെ എന്നും വഴി നടത്താനും സഹായിക്കാനും നമുക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഓടവാതൂർ സെമിനാരിയിൽ നിന്നും MOCയിൽ നിന്നും കുറിച്ചി സെമിനാരിയിൽ നിന്നും ലൂർദ് സ്കൂളിൽ നിന്നുമൊക്കെയുള്ള വൈദികരാണ് നമ്മൾ എല്ലാ കാലത്തും വളർത്തിയിട്ടുള്ളതെന്നുള്ളത് വലിയ ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെയൊക്കെ സാന്നിധ്യം എല്ലാ കാലത്തും നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ഞാനടക്കം എൻ്റെ തലമുറയിൽപ്പെട്ടവർക്കൊക്കെ തീർച്ചയായിട്ടും അറിയാം, നമ്മുടെ സൺഡേ സ്കൂൾ കാലഘട്ടങ്ങളിലും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൊക്കെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിൻ്റെ ഇടപെടൽ എത്രമാത്രം നമ്മളെയൊക്കെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളത്. നമ്മുടെ മതാധ്യാപകരൊക്കെ എത്രയോ പ്രഗത്ഭരായ ആളുകളാണ്. ഞാനൊക്കെ പഠിച്ച സമയത്തുള്ളത് ഓർത്തു കഴിഞ്ഞാൽ കുഞ്ഞച്ചി സാറും സിരിച്ച് സാറും ഏറ്റവും പ്രധാനമായിട്ട് ജോയിച്ചായനും ഷീൻ സാറും രാജു സാറും റീനയും സിസ്റ്റർ ബെറ്റിയും അങ്ങനെ എല്ലാവരും പേര് ഞാൻ പെട്ടെന്ന് പറയുമ്പോൾ ഓർക്കുന്നില്ല. എങ്കിലും എത്രയോ നന്നായിട്ട് നമ്മളെയൊക്കെ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. എല്ലാ കാലത്തും ഏറ്റവും മികച്ച കൈക്കാരന്മാരും ഓരോ കാര്യങ്ങളും നേതൃത്വം നൽകാനായിട്ട് ഓരോരുത്തരും നമ്മുടെയൊക്കെ വലിയ ശക്തിയായിട്ടുണ്ടായിരുന്നു. അപ്രകാരം നമ്മുടെ ദേവാലയം ചെറുതാണെങ്കിലും ശുശ്രൂഷകളും തിരുക്കർമ്മങ്ങളും ഒക്കെ ആഴ്ചയിൽ 1-2 ദിവസങ്ങളുള്ളെങ്കിലും ഏറ്റവും മനോഹരമായിട്ട് എല്ലാം കടന്നു പോകാനായിട്ട് ദൈവം ഉചിതമായ ആൾക്കാരെ എപ്പോഴും നമുക്ക് നേതൃത്വത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനം വിശുദ്ധ സെബസ്ത്യാനോസ് തന്നെയാണ്. സെബസ്ത്യാനോസിന്റെ രൂപത്തിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചതിൻ്റെ കഥകൾ നമുക്കെല്ലാവർക്കും ഒരുപാട് പറയാനുണ്ടാകും. ഇവിടേക്ക് ജനിച്ചു വളർന്നവരും അല്ലെ പിന്നീട് ഇവിടേക്ക് വന്നവരാണെങ്കിലും നമ്മൾ ഏറ്റവും ആദ്യം പരിചയപ്പെട്ട പ്രാർത്ഥിച്ച വിശുദ്ധ സെബസ്ത്യാനോസ് തന്നെയാണ്. ഈ സെബസ്ത്യാനോസ് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ ബലവും മാതൃകയൊക്കെ. ശരീരത്തിൽ മുഴുവൻ അമ്പുകളുള്ളപ്പോഴും ഏറെ പ്രത്യാശയോടെ ഒരു ചെറിയ പുഞ്ചിരിയോടെ സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുന്ന സെബസ്ത്യാനോസ് നമുക്ക് വലിയൊരു ബലമാണ്. ശരീരത്തിലെ അമ്പുകൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളുടെ ഒരു അടയാളമാണ്. ഈ സഹനങ്ങളൊക്കെ ഉള്ളപ്പോഴും പുഞ്ചിരിയോടും പ്രത്യാശയോടും കൂടെയൊക്കെ നിൽക്കാനായിട്ടും നമ്മളെ സഹായിക്കുന്നതും മാതൃകയാകുന്നതും വിശുദ്ധ സെബസ്ത്യാനോസ് തന്നെയാണ്. അതുകൊണ്ട് ഈ ഒരു തിരുനാള് നമുക്കൊക്കെ ആഘോഷങ്ങളാണേലും അതോടൊപ്പം തന്നെ പറ്റുമെങ്കിൽ എപ്പോഴെങ്കിലും ഒരു മിനിറ്റ് ഈ രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്ന് പ്രത്യാശയോടെ നോക്കുക. ശരീരത്തിൽ മുഴുവൻ അമ്പുകളുള്ളപ്പോഴും ഈ പ്രത്യാശയോടെ സന്തോഷത്തോടെ സ്വർഗത്തെ നോക്കി നിൽക്കുന്ന ഈ സെബസ്ത്യാനോസ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും ബലമാണ്. എല്ലാ കാലങ്ങളിലും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ ശക്തിയൊന്നും മാനുഷികമായ സമ്പത്തായിരുന്നില്ല നമ്മുടെ ഒരു കുടുംബങ്ങൾക്ക്, മറിച്ച് ഈ ഒരു പ്രാർത്ഥനയും ഈ ഒരു വിശ്വാസവുമായിരുന്നു. അതുകൊണ്ട് ഇനിയും തുടർന്നും ശക്തിയോടെ തമ്പുരാന്റെ തിരുമുമ്പിൽ പ്രത്യാശയോടെ നിൽക്കാനും സന്തോഷങ്ങളും സഹനങ്ങളും ഒരുപോലെ ദൈവത്തോട് ചേർന്നതുകൊണ്ട് അതിൻ്റെ ശക്തിയും അതിൻ്റെ അർത്ഥവും മനസ്സിലാക്കാനും നമുക്കൊക്കെ സാധിക്കട്ടെ. എല്ലാവർക്കും ഈ തിരുനാളിൻ്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു. ദൈവം നമുക്ക് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നല്ലൊരു വർഷം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.